യുഎഇയില് വിശുദ്ധ റമദാന് മുന്നോടിയായി സർക്കാർ ജീവനക്കാരുടെ സമയക്രമം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി സമയം. ഇനി വെള്ളിയാഴ്ചകളിലെ കാര്യം എടുക്കുമ്പോൾ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും ഓഫീസുകൾ പ്രവർത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, റമദാൻ സമയത്ത് സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ വർക്ക് ശൈലി അനുവദിക്കുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായി വെള്ളിയാഴ്ചകളിൽ ആകെ ജീവനക്കാരുടെ 70% പേർക്ക് ഫ്ലെക്സിബിൾ വർക്ക് ശൈലി, റിമോട്ട് വർക്ക് ശൈലി അനുവദിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി ലഭ്യമാകും എന്നുള്ളതാണ്. നിലവിലെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് ഫെബ്രുവരി 19 റമദാൻ ആരംഭിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ ആണ് ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ അവരുടെ കണക്കൂട്ടലുകൾ പ്രകാരം ഫെബ്രുവരി 17 ചാന്ദ്രപ്പിറവി എങ്ങും ദൃശ്യമാകാനിടയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ചാന്ദ്രപ്പിറവിയെ കൃത്യമായി അധികരിച്ചിട്ടുള്ള കാര്യമാണ്. ചന്ദ്രപ്പിറവി നിരീക്ഷണ സമിതിയുടെ യോഗം ചേർന്നായിരിക്കും ചന്ദ്രക്കല ദൃശ്യമായാലായിരിക്കും റമദാന്റെ തീയതി സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് നമുക്ക് ഉണ്ടാവുക. ഇതൊക്കെ കാൽക്കുലേഷൻസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നതല്ല. റമദാനെ വരവേൽക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് യുഎഇയിൽ എല്ലാ എമിറേറ്റുകളിലും നടക്കുന്നത്. അവശ്യ സാധന വിലവർധന പാടില്ല എന്ന് സാമ്പത്തിക കാര്യ മന്ത്രാലയം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ വിലവർധന തടയാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ രാജ്യവ്യാപകമായി വിപുലമായ അർത്ഥത്തിൽ നടപ്പാക്കുമെന്നും സാമ്പത്തിക കാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുഎഇയിലെ യൂണിയൻ കോർപ്പ് 65% ഡിസ്കൗണ്ട് ആണ് അവശ്യ സാധനങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോ നടത്തിയിരിക്കുന്നത്. ലുലുവും അവശ്യ സാധനങ്ങളുടേതടക്കം 65% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും ഭംഗിയായി ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത വിധത്തിൽ റമദാൻ മാസം മുന്നോട്ട് കൊണ്ടുപോകണം, അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കണം, എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണം എന്ന പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് യുഎഇയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. യുഎഇയിലെ റാസൽ ഖൈമയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് റാസൽ ഖൈമ ജബൽ ജെയ്സിലെ പർവ്വത നിരകൾ. അവിടേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്നതാണ്. അപ്പൊ ഇതുവരെ അവിടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ഈ കനത്ത മഴയെ തുടർന്ന് അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനാൽ. അപ്പൊ ഇന്നിപ്പോ പറയാനുള്ളത് അത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി ജബൽ ജെയ്സിലേക്ക് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മുൻകൂർ അനുമതി ഇല്ലാതെ പോകാം എന്നുള്ളതാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ ഉണ്ടായിരുന്ന നിരോധനം എല്ലാം മാറ്റിയിട്ടുണ്ട്, നിയന്ത്രണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ രീതിയിൽ എങ്ങനെയാണോ പോയിരുന്നത് അതുപോലെ തന്നെ ജബൽ ജെയ്സിലേക്ക് പോകാം എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതേസമയം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിടെ 1484 ബൈപുരോ സന്ദർശിക്കാൻ മുൻകൂർ രജിസ്ട്രേഷൻ ആവശ്യമാണെന്നും അതോറിറ്റി അറിയിക്കുന്നുണ്ട്. യുഎഇയിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി ഗാർഹിക തൊഴിലാളികളെ ഓഫർ ചെയ്തിരുന്ന ചില സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ അതോറിറ്റി പൂട്ടിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട്. 2025 മാത്രം ഇങ്ങനെ 230-ലധികം സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് അതോറിറ്റി നിരീക്ഷിച്ച് പൂട്ടിച്ചത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുജോലിക്കാരെയൊക്കെ നിയമിക്കുമ്പോൾ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയാണോ, റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണോ നിയമിക്കുന്നത് എന്നതിനെ കരുതിയിരിക്കണം. അംഗീകൃത ഏജൻസികളെ മാത്രമേ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സമീപിക്കാവൂ എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഇങ്ങനെ അംഗീകൃത അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്താൽ അവർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക്, ഒരുപക്ഷെ ക്രിമിനൽ കുറ്റം ചെയ്തെന്ന് വരാം, മോഷണം ചെയ്തെന്ന് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തരത്തിലും അതോറിറ്റീസിനെ സമീപിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ നിസ്സഹായരായി പോകും. അപ്പോൾ കൃത്യമായി അംഗീകൃത ഏജൻസികളിൽ നിന്ന് മാത്രം വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി മന്ത്രാലയങ്ങൾ നൽകുന്നുണ്ട്. ഇനി സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം അനധികൃതമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ 6055900000 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ ലൈസൻസ് ഉള്ള ഓഫീസുകളുടെ പട്ടിക പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും വേണം എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത്.